ഒരു യമണ്ടൻ വീട്, അതും കൊച്ചി മധുരൈ ഹൈവേക്ക് സമീപത്തായി. അതെ, മനോഹരമായൊരു ലൊക്കേഷൻ, നല്ല സ്പേഷ്യസായി നിർമ്മിച്ചൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പൂക്കാട്ടുപടിക്ക് സമീപത്താണ്. ബസ് റൂട്ടിൽ നിന്നും കേവലം ഒരു 100 മീറ്റർ മാത്രം ദൂരത്തായാണ്. അതായത് കൊച്ചി മധുരൈ ഹൈവേയിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷൻ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, ഇടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്ക് 9 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ, ചാട്ട് ഇന്റർനാഷണൽ സ്കൂൾ, ഏതാണ്ട് ഒരു 500 മീറ്റർ ചുറ്റളവിൽ മോസ്കുകൾ, ടെമ്പിളുകൾ, ചേർച്ചുകൾ ഇതെല്ലാം അവൈലബിൾ ആണ്. വിശാലമേറിയൊരു മുറ്റമാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 വലിയ SUV കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു കിണർ ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിണർ വെള്ളം ധാരാളമായി ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ ഒരു കോർണർ പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സൈഡിലും നല്ല വ്യൂ ലഭിക്കുന്ന ഒരു മെത്തേഡിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിലായി ചെടികളെല്ലാം നട്ട് പിടിപ്പിച്ച് നല്ല ഭംഗിയിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കാണാം. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകുന്നത്. ഒരു 5 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഡബിൾ പാളിയിലാണ് വീടിൻ്റെ മുൻവശത്തെ ഡോറ് നൽകിയിരിക്കുന്നത്. തേക്ക് മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. നമുക്ക് ചെറിയൊരു കോർട്ട്യാർഡ് ഇവിടെ ലഭ്യമാണ്. ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഡബിൾ ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസിന് മനോഹരമായ രീതിയിൽ തന്നെ വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ല മനോഹരമായ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ലക്ഷറി ഫീൽ ലഭിക്കുന്ന ഒരു ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ്, അതും പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ടഫൻ ഗ്ലാസും അതുപോലെ തന്നെ വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് വീടിന് നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം കൗണ്ടറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാറ്റ് ഫിനിഷിൽ തന്നെയുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വർക്ക് ഏരിയ നിർമ്മിച്ചും നൽകുന്നതാണ്. അതിനുള്ള പ്രൊവിഷൻ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സൈഡ് ഭാഗത്ത് കിണർ വരുന്നു. അതുപോലെ തന്നെ സൈഡ് വശങ്ങളിലെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെ സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായൊരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടിരിക്കുന്നു. പറകോളകൾ നൽകിയിരിക്കുന്നു. ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ജാഗ്വർ ബ്രാൻഡിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഈ ബെഡ്റൂമിൻ്റെ ഒരു വാൾപേപ്പറെല്ലാം നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് ഏരിയയും വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ജാഗ്വർ ബ്രാൻഡിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ബാത്റൂമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയും നമുക്കൊരു വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഈ ഒരു ലിവിങ് സ്പേസ് ഭാഗം നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. എറണാകുളം ടൗണിൽ കാക്കനാടിൽ പൂക്കാട്ടുപടിക്ക് സമീപത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. മനോഹരമായ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ്, വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിൽ താഴത്തെ ലിവിങ് സ്പേസിനോട് ബന്ധിപ്പിക്കും വിധം ഒരു കോർട്ട്യാർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസും വുഡും വെച്ച് ഹാൻഡ് റെയിലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. മാത്രമല്ല ഡ്രസ്സിംഗ് ഏരിയയും വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം ഫിറ്റിങ്സിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ജാഗ്വർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 4th ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഈ വീട് വരുന്നുണ്ട്. മാത്രമല്ല ഏതാണ്ട് ഒരു 5.5 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് വീടും നിർമ്മിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു സ്പേസ് റൂം നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയയിലേക്ക് ഒന്ന് പോകാം. ഈ ഒരു ഭാഗമാണ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ എല്ലാം നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല വലിയൊരു ബാൽക്കണി കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്ലാന്റുകളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയെല്ലാം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായ ഈ വീടിന് 5.5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 97 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കുവാനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഹോം ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.